ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളെ ലാസ്റ്റ് നനച്ചുള്ളി പണിയാണ് കേട്ടോ. ഇന്ന് റൂമും ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ച്. അപ്പം ബാക്കി ഹാളും മറ്റേ റൂമെല്ലാം ഞാൻ ക്ലീനിങ് ചെയ്തട്ടാ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് വെറുപ്പിക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇന്ന് ഈ റൂം ക്ലീനിങ് ചെയ്യുന്നതും പിന്നെ മുറ്റത്ത് കുറച്ച് പണികളെല്ലാം ഉണ്ടായിന്. ഇന്ന് ഇക്ക ഇല്ല ദിവസമാണ് കേട്ടോ. ഇക്കാക്ക് ലീവില്ല ദിവസയിലും മുറ്റമെല്ലാം വൃത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുറ്റത്തത്തെ പണിയും എടുക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ കർട്ടനെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടാ. കർട്ടന് വലിയ പൊടിയൊന്നുമില്ല, ആഴ്ചക്ക് ഒരിക്കൽ തുടക്കുന്നതുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നുമില്ല കേട്ടോ കർട്ടന്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നനച്ചുകൂടി പണി എന്ന് പറയുമ്പോൾ അത് എടുക്കണമല്ലോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതാ എല്ലായിടക്കും ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുത്താലും തീരാത്ത നനച്ചുകൂടി പണിയല്ലേ. അപ്പം എന്തായാലും എല്ലാം എടുത്താലും നമുക്ക് എന്തെങ്കിലുമായിട്ട് ഈ പിന്നെ ബാക്കി ഉണ്ടാവുമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ നോമ്പാവുന്ന സമയം വരെ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും അല്ലേ. അപ്പം ഞാനങ്ങനെയാണ് കേട്ടോ, നോമ്പാവുന്ന സമയം വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും കേട്ടോ. ഇനി ഇതാ ജനലിൻ്റെ കമ്പിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലെല്ലാം ഞാൻ പുറത്തുനിന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ച്. അപ്പം പുറത്തത്തെ പിന്നെ മുമ്പിലത്തെ വണ്ണാമ്പലി അങ്ങനെ എല്ലാം ഹാളത്തെ വണ്ണാമ്പലി എല്ലാം അടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ റൂമിലത്തെ മാത്രം ബാക്കി വെച്ചിട്ടുണ്ടായിന്. ഈ റൂമിലത്തെ ഞാൻ സാധാ കോട്ടൻ്റെ തുണി എടുത്തിട്ട് പിന്നെ കുറച്ച് കംഫോർട്ട് മുക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ജനലിൻ്റെ കമ്പിയെല്ലാം തുടക്കൽ. ജനലിൻ്റെ കമ്പിയും ആ കട്ടില ഭാഗവും എല്ലാം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. മൊത്തത്തിലായിട്ട് ഒന്ന് തുടച്ചെടുക്കും. അപ്പം ജനലിൻ്റെ കമ്പി എല്ലാം ഞാൻ അത്യാവശ്യം തുടക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ പൊടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ ജനലിൻ്റെ കമ്പിയെല്ലാം തുടക്കൽ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ എടുക്കും പിന്നെ എന്താ പറയുക, ഇടുക്കെല്ലാം ശരിക്കും ഒന്ന് ക്ലീനായി കിട്ടണ്ടേ. അപ്പം ഇടുക്കെല്ലാം തുടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഈ ജനലിൻ്റെ കമ്പി തുടക്കൽ. അപ്പോൾ മൊത്തത്തിലായിട്ട് ഇതേപോലെ ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടയ്ക്കും. ഇനി ഇത് അതിൻ്റെ അടുക്ക എൻ്റെ മോൻ വന്നിട്ട് ഞാൻ പിന്നെ അടിക്കാൻ വേണ്ടി വണ്ണാമ്പലം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാറ് അങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ പൊടി വാറുന്നതല്ലേ. അപ്പോൾ മാറ് എന്ന് പറഞ്ഞപ്പോൾ ഓന് ഇങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. ഞാൻ പോവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന് കേട്ടോ. ലാസ്റ്റ് ഞാനങ്ങനെ എന്തെല്ലോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടെല്ലാം അങ്ങോട്ട് പറഞ്ഞയച്ചേട്ടാ. അപ്പോൾ പിന്നെയും വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിന് കേട്ടോ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആവട്ടെ, പിന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ വണ്ണാമ്പലം മൊത്തത്തിലായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൾമാറിൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സെല്ലാം ഞാൻ പിന്നെ മടക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാം അൾമാറിൻ്റെ ഉള്ളിൽ ക്ലീനാക്കി ഡ്രസ്സെല്ലാം വലിച്ചിട്ടിട്ട് എല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓനിങ്ങനെ എൻ്റെ ഗ്ലാസ് ഇട്ടിട്ടെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനുണ്ടാകുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പണിയെടുക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. എന്തെല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയും കളിക്കുക. കുട്ടികളില്ല പെരക്കെല്ലാം അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, നമുക്ക് സമയം പോകുന്നേ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ അൾമാറ വലിക്കാൻ നോക്കിയതാണ് കേട്ടോ ഞാൻ. ഇങ്ങനെ ആരും വലിക്കല്ല കേട്ടോ, നടുവാട്ട് ഇളകിപ്പോയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ചെറുങ്ങനെ ഞാൻ കുറച്ച് വലിച്ച് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ബാക്കെല്ലാം അടിക്കാൻ, ബാക്കും മേൾഭാഗവും എല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഒരു ഭാഗം പിന്നെ ഇതേപോലെ വലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് കാലോട് ഉന്തുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കനവുണ്ട്. ഈ അൾമാർ അങ്ങനെയൊന്നും വലിക്കാൻ കഴിയൂല കേട്ടോ. അപ്പം അതിൻ്റെ ബാക്ക് ഭാഗമല്ല ഞാനിങ്ങനെ വണ്ണാമ്പലെല്ലാം അടിക്കുന്നുണ്ട്. മേൾഭാഗവും എല്ലാം അടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേൾഭാഗം ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരു സാധനം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉണ്ടാവും കേട്ടോ. അതെല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് വണ്ണാമ്പലെല്ലാം അടിച്ചതാ. ബാക്കിൽ അൾമാറിൻ്റെ ബാക്കിൽ വണ്ണാമ്പലെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്ക് ഭാഗം അങ്ങനെ വലിയ വണ്ണാമ്പലിയൊന്നും ഉണ്ടായിട്ടാ കേട്ടോ. ഞാൻ വിചാരിച്ച് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. ഇതിങ്ങോട്ട് വലിച്ച് നമ്മൾ മാറ്റിയെടുക്കുന്നില്ലല്ലോ. ഇനി ഇതാ ബാക്ക് ഭാഗം അങ്ങോട്ട് ഉന്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആ ഭാഗം മാത്രം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടച്ചു കൊടുക്കുമ്പോൾ ആണ് ചെറിയ മനസ്സിൽ ഒരു ഇത് വന്നത്, ഈ അൾമാറ ഇവിടുന്ന് മാറ്റിയാലോ എന്ന്.
ഒരു ചിന്ത വന്നത്. ഇവിടുന്ന് മാറ്റിയിട്ട് ആ ഭാഗം വെച്ചാലോ. എനിക്കിങ്ങനെ ഇടയ്ക്കെല്ലാം ഞാൻ മുമ്പൊക്കെ ഉണ്ടല്ലോ ദിവസവും കട്ടിലും അൾമാറയിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റും കേട്ടോ, മാസത്തിലൊരു കൊല്ലം. അപ്പോൾ അങ്ങനത്തെ ഒരു പതിവുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് അപ്പുറം ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതാ ഫാൻ തുടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാനും തുടച്ച് ഫാൻ ഇതാ അത്യാവശ്യം നല്ലതുപോലെ പൊടിയുണ്ടായിന്. പൊടിയെന്ന് വെച്ചാൽ പിന്നെ ഈ ഫാന് നമ്മൾ വണ്ണാമ്പല ഇതിനോട് അടിച്ചാൽ നമ്മൾ ആ തുണിയോട് തോർത്തുമ്പോൾ ഒരു ക്ലിയർ തന്നെയായിരിക്കും അല്ലേ ഫാനിന്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും എനക്കൊന്നും തോർത്താൻ കഴിയില്ല. എൻ്റെ അടുക്ക സ്റ്റാൻഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടാ. ഞാൻ ഇങ്ങനെ അത്യാവശ്യം ഇക്കാനോട് പറഞ്ഞിട്ട് തോർത്തിപ്പിക്കലാന്ന് കേട്ടോ, ബെഡിൻ്റെ അടുത്ത സ്റ്റൂളെല്ലാം വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കയറാൻ കഴിയൂല, വീണ് പോയിട്ടായിട്ടും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ എടുക്കെത്തി പിന്നെ ഫാന് ഇന്ന് ഇക്കാനെ കൊണ്ട് തോർത്തിപ്പിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇതാ ഫാനെല്ലാം നല്ല ക്ലിയറായി നല്ല നീറ്റായിട്ട് നല്ല തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഫുള്ള് ഞാനൊന്ന് വണ്ണാമ്പലം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം അങ്ങനെ വലിയ വണ്ണാമ്പലമൊന്നും ഇല്ല കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വണ്ണാമ്പലയെന്നാണ് കേട്ടോ ഞാൻ പറയൽ, മാറാല എന്നല്ല പറയുന്നേക്കലുണ്ട്. അപ്പം വണ്ണാമ്പലയെന്നാണ് കേട്ടോ ഞാൻ പറയൽ. അപ്പോൾ ഇതാ മൊത്തം ഇങ്ങനെ വണ്ണാമ്പലയെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ. ആ ചെറിയ കുഞ്ഞ് റൂമിൽ നമ്മൾ പിന്നെ കുട്ടികളെ പുരക്കുന്നിടുന്ന ഡ്രസ്സ് അതെല്ലാം വെക്കുന്നത് അതും ഞാൻ ഒരു ദിവസം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ പണിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ക്ലീൻ ആക്കാനൊന്നുമില്ല, എല്ലാം മടക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ വണ്ണാമ്പലെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിന്. ഇനി ഇതാ പിന്നെ ആ അൾമാറ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അൾമാറ പിന്നെ അപ്പുറം വെച്ചിട്ട് വണ്ണാമ്പലയെല്ലാം മീത്തന്ന് അടിച്ചിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതാ പിന്നെ ഈ ചെറിയ കുഞ്ഞ് അൾമാറ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അത് പിന്നെ ഇങ്ങനെ ഓരോരോ സാധനം ഞാൻ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. വണ്ണാമ്പല ഉണ്ടല്ലോ, അപ്പം വണ്ണാമ്പലയെല്ലാം അടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുറ്റി മാറ്റി എടുത്തിട്ട് അടിക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇതിനോട് അത്യാവശ്യം നല്ലതുപോലെ വണ്ണാമ്പല പോകും കേട്ടോ. മറ്റേതിനെക്കാട്ടിയും നല്ലതുപോലെ വണ്ണാമ്പല ഇതിനോട് പോകും കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഓരോരോ സാധനം ഇപ്പോൾ അൾമാറിൻ്റെ മീത്തെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ ഞാനിങ്ങനെ പറയും ഓരോന്നിങ്ങനെ ഇത് വേണ്ടുന്നതോ വേണ്ടെങ്കിൽ ചാടട്ടോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് വേണ്ടുന്നത് ഓരോന്ന് വേണ്ടാത്തതെന്നെല്ലാം പറഞ്ഞ് അത് ചാടിക്കോന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചാടുന്നുണ്ടായിന്. അപ്പോൾ ലാസ്റ്റ് ഇതൊരു കടലാസ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഫോറം അപ്പോൾ അത് വേണ്ടെന്ന് ചോദിച്ചിട്ട് ആ വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാണ്ട് ചാടിയിട്ടായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ എപ്പെങ്കിൽ എന്നോട് ചോദിക്കോട്ടെ ഇതെടുത്തിനോ ഇത് നീ ചാടീനോ പിന്നെ അത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് പിന്നെ കുറച്ച് കംഫോർട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം പീഞ്ഞിട്ടാണ് കേട്ടോ തുടക്കുന്നത്. മരത്തിൻ്റെ അൾമാറയെല്ലാം തുടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നല്ലോണം പീഞ്ഞിട്ട് വേണം കേട്ടോ തുടക്കാൻ, ചതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ അപ്പുറം ഭാഗം ഉണ്ടായത് ഇപ്പുറം ഭാഗം വെച്ച് എനിക്ക് ഇപ്പുറം ഭാഗം കാണുമ്പോൾ നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ, നല്ലൊരു എതം തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും. ഏത് നമ്മൾ എടുക്കുന്ന വെച്ച സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആദ്യം കാണുമ്പോൾ നല്ലൊരു ഇത് തോന്നും കേട്ടോ. പിന്നെ നമുക്ക് പഴയതുപോലെ തന്നെയാവും. ഇത് മൂന്നാമത്തെ മാറ്റലാണ് കേട്ടോ. ഈ അൾമാറ ഞാൻ മാറ്റുന്നത് മൂന്നാമത്തെ സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. ഇനിയിപ്പോൾ എവിടെയാവുമ്പോൾ ഇതിൻ്റെ സ്ഥാനം എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അൾമാറ തുടച്ച് ഇപ്പോൾ ഇതാ കട്ടിലിൻ്റെ കാലും എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പീന കോട്ടൺ തുണിയോടാണ് കേട്ടോ ഇതെല്ലാം തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുടച്ചെടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടിലെല്ലാം വലിച്ചിട്ട് പിന്നെ ആ വേക്ക് ഭാഗവും എല്ലാം തുടച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മൊത്തത്തിലായിട്ടൊന്ന് അടിക്കണം കേട്ടോ. അടിക്കലും മാത്രമല്ല കേട്ടോ, കട്ടിലിൻ്റെ അടിയിൽ നല്ലതുപോലെ പണിയുണ്ട് കേട്ടോ. കട്ടിലിൻ്റെ അടിയിൽ മാറാല അടിക്കണം, അടിയിലത്തെ ഭാഗം ആ മാറാലയെല്ലാം അടിക്കണം. കട്ടിൽ പൊന്തിക്കാനോ ബെഡ് പൊന്തിക്കാനോ ഒന്നും കഴിയൂല കേട്ടോ. അപ്പം കട്ടിലിൻ്റെ അടിയിൽ നിന്നിട്ട് തന്നെ പണിയെടുക്കണം. അപ്പോൾ അതൊരു പണിയുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമെല്ലാം ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗം ആ ചെറിയ റൂമിൻ്റെ ഉള്ളിലെ റൂമെന്ന് പറയാൻ കഴിയില്ല, ചെറിയൊരു ഭാഗം പിന്നെ ആ കർട്ടൻ്റെ ഭാഗം
ആടെ പിന്നെ അങ്ങനെ വലിയ അടിക്കാനോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചതാണ്. ഇവിടുത്തെ പൊടിയെല്ലാം അടുത്തേക്ക് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആടെ ഇങ്ങനെ അത്യാവശ്യം മക്കളെ ഐറ്റംസ് ഇങ്ങനെ കുറച്ച് പഴകിയ മുമ്പത്തെ എൻ്റെ സോഫ അങ്ങനെയെല്ലാം വെച്ചതാണ് കേട്ടോ. ചാടാൻ കഴിയില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായ സോഫയും അങ്ങനെയെല്ലാം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കട്ടിൻ്റെ അടിയിൽ നിന്നിട്ട് പണിയെടുക്കുന്നതാണ് കേട്ടോ. എത്ര അരമണിക്കൂറോളം ഞാനിങ്ങനെ കടന്നിട്ട് വണ്ണാമ്പലെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എനിക്ക് മതിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് എണീക്കുമ്പോൾ ഒരു പിന്നെ ഷോക്ക് അടിച്ച പോലത്തെ രൂപത്തിലാണ് കേട്ടോ ഉണ്ടായിന്. ഇപ്പോൾ കുറേ സമയം അവിടെ നിലത്ത് കടന്നിട്ട് എത്ര കേട്ടോ ഞാൻ എണീക്കുന്നത്. അത്രക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ മാറാലെല്ലാം അടിച്ചിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടിൻ്റെ അടിയിൽ നമുക്ക് കട്ടിൽ പൊന്തിച്ചടിക്കുന്ന പോലെയല്ലല്ലോ, അടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിടന്നിട്ടെല്ലാം അടിക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുറേ സമയം അവിടെ കടന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ഈ ഭാഗമെല്ലാം അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഇതെല്ലാം മാറാലെല്ലാം അടിച്ചിട്ടതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അടിച്ച് ക്ലീനാക്കി എടുക്കട്ടോ കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ നനച്ചൂണി പണിയെല്ലാം ഇവിടെ തീരുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ നനച്ചൂണി പണി ഇന്നത്തോടെ തീർന്നു കേട്ടോ. ഇനി പിന്നെ റമദാനിലെ സാധനങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ തുടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ അൾമാറ വെച്ചിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മറ്റേ ചായ ഞാൻ കാട്ടി വൃത്തി ഇങ്ങനെ വെച്ചിട്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഭാഗം നമ്മളെ ആ ചെറിയ റൂമിൻ്റെ ഭാഗം ഒരു ഭാഗം അങ്ങനെ ആൾമാറയായിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണാൻ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാ മൊത്തത്തിലായിട്ട് ഞാനിതാ തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഈ റൂമാണ് കേട്ടോ ലാസ്റ്റ് എൻ്റെ നനച്ചുള്ളി പണിയിൽ ബാക്കിയുണ്ടായത് റൂം. പിന്നെ കുറച്ച് മുറ്റത്ത് പുറത്ത് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തോടെ എൻ്റെ നനച്ചുള്ളി പണി തീർന്നു കേട്ടോ. നോമ്പിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ കട്ടിൻ്റെ അടിയും എല്ലാം ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും നനച്ചുള്ളി പണിയെല്ലാം തീർന്നായിരിക്കും അല്ലേ. പിന്നെ എൻ്റെ കുറച്ച് ലേറ്റായി നനച്ചുള്ളി പണി ഞാൻ നേരത്തെ ചെയ്തിന് കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിന്. വീഡിയോ ഇടാനും സമയമൊന്നും ഉണ്ടായിട്ടാ. അപ്പം വീഡിയോ ഇടാനും കുറച്ച് ലേറ്റും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നനച്ചുള്ളി പണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് എടുത്ത് തീർത്തതാണ് കേട്ടോ. ഞാൻ മൊത്തത്തിലായിട്ട് ഒന്നിച്ച് എടുത്തിട്ടൊന്നുമില്ല. ഓരോന്നായിട്ട് ഓരോരോ ഭാഗമായിട്ട് ഓരോരോ ദിവസമായിട്ട് അങ്ങനെ എടുത്ത് തീർത്തതാണ് കേട്ടോ. അപ്പം അന്നേരം അതിൻ്റേതായ സമയമുണ്ട്, കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം മൊത്തത്തിലായിട്ട് എന്തായാലും എടുക്കാൻ കഴിയില്ല. ഫുള്ള് ടയേർഡാവും കേട്ടോ. നമുക്ക് തന്നെയായിരിക്കും അതിൻ്റെ പണി. പിന്നെ നോമ്പിൻ്റെ സമയമെല്ലാം നമ്മൾ പിന്നെ നടുവേദനയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് കിടക്കലായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ നോക്കി മെല്ലെ മെല്ലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പണികളെടുത്താലും നമ്മൾ നോമ്പിന് പിന്നെ പണികൾ എടുക്കണ്ടേ. അപ്പോൾ അതും ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. വേഗം ഒന്നിച്ച് മൊത്തത്തിലായിട്ട് എടുത്താൽ നല്ല പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചെടുത്തത്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഇതാ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ഇതാണ് കേട്ടോ. ആ ബെഡെല്ലാം ഒന്ന് തട്ടിക്കൊടഞ്ഞിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 4 ഭാഗവും സൈഡിൽ കെട്ടിട്ടിട്ട് പിരിച്ചാലില്ലേ ബെഡ്ഷീറ്റ് നന്നായി നിൽക്കുക കേട്ടോ. അൾമാറയിൽ ഞാൻ പിന്നെ പറഞ്ഞില്ല നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം 2 ദിവസം മുമ്പേ ഞാൻ ഓരോന്നായിട്ട് ചെറുങ്ങനെ ചെയ്തിട്ടുണ്ടായിന്. അപ്പം വലിയ വൃത്തിയിലൊന്നും മടക്കി വെക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിങ്ങനെ മടക്കി വെച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പുറത്ത് അവർ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നിടത്തേക്ക് പോകാട്ടോ. ഇക്കാവും മക്കളും ഉണ്ട് അവിടെ. അപ്പോൾ എൻ്റെ മോന് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. കാര്യം എന്തെന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ എൻ്റെ മോന് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് എടുത്തിട്ട് എന്നെയും കൂട്ടണം എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കരയാന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓനെ കൊണ്ട് അതൊന്നും ആവില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മ പറഞ്ഞ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഓനെ കൊണ്ട് പൊന്തുന്നൊന്നും ഉണ്ടായിട്ടാ. ലാസ്റ്റ് ഇതാ പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പം ഇങ്ങനെ
വെള്ളം എടുക്കുന്ന ഇതാ അവൻ്റെ മേത്ത് മൊത്തത്തിൽ ഇവർ പുക തന്നെ വന്നിട്ടുണ്ടായിന്. വൈകുന്നേരം മൊത്തം യൂണിഫോമിനും ഡ്രസ്സിനും എല്ലാത്തിനും ചളിയാക്കി. ലാസ്റ്റത്തെ നനച്ചുള്ളിപ്പണി പുക തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ പിന്നെ ഈ ഭാഗമല്ല നല്ലതുപോലെ ഇങ്ങനെ അത്യാവശ്യം കാടെല്ലാം ഉണ്ടായിന് കേട്ടോ. അതെല്ലാം ക്ലീനാക്കി ലാസ്റ്റ് ഇതാ എൻ്റെ മോനി ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ മാവിനെല്ലാം വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിക്ക് വെള്ളത്തോട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയെന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ഭാഗം പിന്നെ എന്താ പറയുക ജനലും മണ്ണാമ്പലെല്ലാം അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ജനലെല്ലാം ബാക്കിയുള്ള ഭാഗമെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ദിവസമായിട്ട് ഓരോരോ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം മാത്രം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, ജനലെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ തുടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കസേരൻ്റെ മീത്ത ഒരു പൊട്ടി കസേരൻ്റെ മീത്ത നിന്നിട്ടാണ് കേട്ടോ ഈ പണിയെല്ലാം എടുക്കുന്നത്. എന്തായിരിക്കും എന്ന അവസ്ഥ അറിയില്ല. അപ്പം ലാസ്റ്റ് എനിക്ക് എത്തിയിട്ടുണ്ടായിട്ടാ, പകുതിയെ എത്തിയിട്ടുണ്ടായിട്ടു. ബാക്കിയെല്ലാം എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചേട്ടാ. അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ഭാഗത്തെ വണ്ണാമ്പലി എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്താത്തത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വണ്ണാമ്പലം അങ്ങനെ ഉണ്ടായിട്ട് എന്നാലും എത്താത്തതുകൊണ്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തെയും വണ്ണാമ്പലം അടിച്ചിട്ട് ഈ ഭാഗം മാത്രം ബാക്കി ഉണ്ടായത് തന്നിട്ട് ലാസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ട് ഞാൻ എടുക്കില്ല, ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തതാണ് കേട്ടോ. ഓരോരോ ദിവസമായിട്ട് മൊത്തത്തിലായിട്ട് എടുത്തിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഓരോരോ ദിവസമായിട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റത്തെ പണിയും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്.